ഹായ് ഗൈസ്. അപ്പോൾ ഇന്നലെ ദുരന്തർ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണ്. നമുക്ക് ഇന്ത്യൻ പാകിസ്ഥാൻ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ പൊളിറ്റിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പേഴ്സണൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്സായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സിനിമാറ്റിക്കലി ആണെങ്കിലും സിനിമ നമ്മളെ എൻഗേജ് ചെയ്തിരുത്തുന്നൊരു ഇതുണ്ട്. അതായത് നമ്മൾ ആ പടത്തിലോട്ട് ഇന്നാവും. ഒരു 3.5 മണിക്കൂറുണ്ടെങ്കിലും ചെറുതായിട്ട് ലാഗില്ലെന്ന് പറയുന്നില്ല. കാരണം 3.5 മണിക്കൂറുള്ള സിനിമ കൊണ്ട് ലാഗില്ലെന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ നമുക്ക് ബോറടിക്കത്തില്ല. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിക്ക് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അക്ഷയ് ഖന്ന ആയിക്കോട്ടെ, രൺബീർ സിംഗ് ആവട്ടെ, സഞ്ജയ് ദത്ത്, അങ്ങനെയുള്ള എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ നമുക്ക് ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫീലാണ്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അതുമാത്രമല്ല, നമുക്ക് അടുത്ത പാർട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ക്ലൈമാക്സിൽ തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ. ഫസ്റ്റ് പാർട്ട് എന്തായാലും OTT കണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ് സെക്കൻഡ് പാർട്ട് എങ്ങനെയാലും തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ ഹിന്ദി പടങ്ങൾ കാണാത്ത ഒരാളാണ്. പക്ഷേ കണ്ട നല്ല കുറച്ച് ഹിന്ദി പടങ്ങളുണ്ട്. അതിലൊരു പടം എന്തായാലും ദുരന്തർ ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ ഗുഡ് വാച്ച്.